Good afternoon all. Okay, കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്ത് നിർത്തിയത്? അറിയാലോ. Initial screening applications, employment test. Employment test തുടങ്ങി അല്ലെ, അവിടെ വരെയാണ് ടെസ്റ്റ് വരിക. ഓക്കെ, നോക്കാം. സെക്ഷൻ സ്റ്റെപ്സിലാണ് നമ്മൾ ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ് അല്ലെ അവിടെ കണ്ടായിരുന്നു. വേർ ദ സെലക്ഷൻ പ്രോസസ് ബിഗിൻസ്. ഹിയർ ആർ 6 steps ഓഫ് ആൻ എംപ്ലോയി സെലക്ഷൻ പ്രോസസ്. എംപ്ലോയിയുടെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് നമ്മൾ കണ്ടു ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. ടെസ്റ്റ് ആപ്ലിക്കേഷനോടൊപ്പം തന്നെയുള്ള ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. Then employment test. Okay. Following initial screening, the applicant may be asked to take one or more tests to assess his or her knowledge, skills, personality, cognitive ability and motivation. അതായത് നമുക്കറിയാം തൊഴിലാളികളുടെ അവരുടെ അറിവ് അല്ലെങ്കിൽ കഴിവ്, അവരുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണാലിറ്റീസിന്റെ വ്യക്തിത്വങ്ങള്, അതേമാതിരി തന്നെ അവരുടെ മാനസികവും എന്താ പറയുക എന്താ പറയുക പെട്ടെന്ന് ഒഴുകുന്ന മാനസികമായിട്ടുള്ള ഉൾക്കൊള്ളാനുള്ള കാഴ്ചപ്പാടുകൾ അല്ലെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ മോട്ടിവേഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, അതൊക്കെ നമുക്ക് ഇതാണ് അവിടെ എംപ്ലോയ്മെന്റ് ടെസ്റ്റിലൂടെയാണ് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നത്. സിസ്റ്റം ഇസ് കമ്പോസ്ഡ് ബൈ cognitive ability test, motivation test and personality test. These are 3 tests then generate one score which allow you to predict the top performer from your selection of a candidate. Okay, നമുക്കറിയാം 3 ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതിനെ കൈകാര്യം ചെയ്തെടുക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് തന്നെ അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രതികരിക്കുന്നു, ദേഷ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുണ്ടോ അല്ലെ. അതേമാതിരി തന്നെ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ബോധപൂർവം അല്ലെങ്കിൽ മാനസികമായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനുള്ള പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാനുള്ള കഴിവ് കാര്യങ്ങളൊക്കെ അല്ലെ. ഇൻ കേസ് നമുക്കറിയാം മോട്ടിവേഷണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കറിയാം. എന്തെങ്കിലും സാലറി ബേസിക് ഇൻക്രീസ് ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള താല്പര്യപ്പെട്ടോ, അങ്ങനെ പല കാര്യങ്ങളും കൂടി ടെസ്റ്റ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഓക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുന്നത് അല്ലെ. ദീസ് 3 tests തന്നെ generate one score which allows you to predict the top performer. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവരെയാണ് നമുക്കറിയാം സെലക്ഷൻ ഇതിലേക്ക് കണ്ടെത്തുകയുള്ളൂ. അല്ലാത്ത വ്യക്തികളൊക്കെ കാൻഡിഡേറ്റ്സിനൊക്കെ റിജക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ കണ്ടെന്താണ് എംപ്ലോയ്മെന്റ് ടെസ്റ്റ്, ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്, ദെൻ എംപ്ലോയ്മെന്റ് ടെസ്റ്റ്. തേർഡ് എന്ന് പറയുന്നത് സെലക്ഷൻ ഇന്റർവ്യൂ. ഇതെല്ലാം കഴിഞ്ഞ് ആ വ്യക്തിയെ നമുക്കറിയാം ഒരു അല്ലെ ഇവിടെ പിക്ചറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അവളെ ഫേസ് ടു ഫേസിൽ തന്നെ അവിടെ ഇന്റർവ്യൂ നടത്തുന്നു അല്ലെ. ദോസ് ഹു പാസ് ദ ഇനീഷ്യൽ സ്ക്രീനിങ് ആൻഡ് ഇൻവൈറ്റഡ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂസ്. ഓക്കെ, അവിടെ ഇനീഷ്യൽ സ്ക്രീനിങ് കഴിയുമ്പോൾ ഫേസ് ടു ഫേസിൽ തന്നെ അവർ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ദ ഫോർമാറ്റ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് വേരിയസ്, പലതരത്തിലുള്ള ഇന്റർവ്യൂസുകളുണ്ട്. സം കമ്പനീസ് പ്രിഫർ ടു ഹാവ് ഓൺലൈൻ ഇന്റർവ്യൂസ് വേർ ഇന്റർവ്യൂസ് മീറ്റ് വിത്ത് ഡിഫറെന്റ് ഇന്റർവ്യൂസ് ഈച്ച് അവർ. ഓക്കെ, ഓരോ അവറിലും വ്യത്യസ്ത വ്യക്തികളൊക്കെ വന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ട് പോകുന്ന ചില ഇതുകളൊക്കെ ഉണ്ട്. വേറെ ഇന്റർവ്യൂസ് മീറ്റ് വിത്ത് ഡിഫറെന്റ് ഇന്റർവ്യൂസ് ഈച്ച് അവർ. Whereas other companies rather have candidates meet with the person one day, then invite them back for a second meeting with the executive. Okay, ആദ്യം തന്നെ പേഴ്സണൽ ആയിട്ട് തന്നെ അല്ലെ കുറച്ച് പേര് ഇന്റർവ്യൂ ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലേക്ക് അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെയൊക്കെ എക്സിക്യൂട്ടീവുകൾ സെക്കൻഡ് മീറ്റിംഗില് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ പല മോഡലില് ഇന്റർവ്യൂകളൊക്കെ നടത്തുന്നുണ്ട്. ചിലപ്പോൾ നമുക്കറിയാം ഒരു പാനൽ കഴിഞ്ഞ് അടുത്ത പാനൽ കയറി അങ്ങനെ ഫുൾ ടൈമില്
ഒരു 3-4 ഇന്റർവ്യൂ ബോർഡുകൾ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തെടുക്കുന്ന പേഴ്സൺസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ എക്സിക്യൂട്ടീവ്സിന്റെ ആയിരിക്കും ഇന്റർവ്യൂ കൈകാര്യം ചെയ്യാൻ വരുന്നത്. ആ രീതിയിൽ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ടാവാം. This interview is structured to observe communication skills and motivation, and the applicant may be presented with the realistic job indications such as dealing with the disgruntled customer and asked to describe how he or she would handle the problem. Okay. നമുക്കറിയാം ഇവിടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ നടത്താൻ മാത്രമല്ല ചെയ്യുന്നല്ലേ, അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട്, മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഒക്കെ ഇവർക്ക് എത്രത്തോളം നടത്തി ചെയ്യും, അല്ലെങ്കിൽ എന്താണ് മസ്റ്റായിട്ട് അല്ലെ യാഥാർത്ഥ്യങ്ങളൊക്കെ അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആ യാഥാർത്ഥ്യത്തിലൂടെ എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അല്ലെ കസ്റ്റമേഴ്സ് ഡീൽ വിത്ത് ഡിസ്ഗ്രണ്ടഡ് കസ്റ്റമേഴ്സ് ഒക്കെയാണ് പറഞ്ഞെങ്കിൽ അവരോട് എങ്ങനെയാണ് ഇവരെ ഇടപെടുന്നത്, അങ്ങനെ അല്ലെ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഈ ടെസ്റ്റുകളും കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അവര് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും അല്ലെ. എന്നിട്ട് അവിടെ പറയുന്നത് ടു ഡിസ്ക്രൈബ് ഹൗ ഹി ഓർ ഷീ വുഡ് ഹാൻഡിൽ ദ പ്രോബ്ലം. ഓക്കെ, ഓരോന്നും വെച്ച് കൊടുക്കുമ്പോഴും എങ്ങനെയാണ് ഇവര് ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ഇന്റർവ്യൂ നടത്തിയിട്ടാണ് ഈ വ്യക്തിയെ നമ്മൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കി എങ്ങനെയാണ് സെലക്ഷൻ ഇന്റർവ്യൂല് വ്യക്തികളെ കണ്ടെത്തുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ പറയുന്നത്, അതായത് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻ, എംപ്ലോയ്മെന്റ് ടെസ്റ്റുകൾ, എന്താണ് സെലക്ഷൻ ഇന്റർവ്യൂസ്. ഓക്കെ, വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ്. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മളിപ്പോ ഓക്കെ ആ വ്യക്തിയെ ഓക്കെ ആണ് കഴിയുമ്പോൾ എന്തെങ്കിലും റെഫറൻസുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി വെരിഫൈ ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ഇപ്പൊ എല്ലായ്പ്പോഴും റെഫർ ചെയ്യുന്ന റെഫറൻസ് ചെക്കിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കാലഘട്ടത്തിലെ പേഴ്സണലി നമുക്ക് ഒരാളെ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ ഒരു മറ്റൊരാളുടെ കൂടി ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള റെഫറൻസും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വ്യക്തിയെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് ആണ് അടുത്തതായിട്ട് വരുന്നത്. If applicants pass the selection interview, most firms examine their background and check their reference. Okay, most of the company selection കിട്ടി കഴിഞ്ഞാൽ most of the company കൈകാര്യം ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ അവരുടെ റെഫറൻസുകളൊക്കെ അല്ലെ ഇതുമാതിരിയുള്ള മറ്റാരെങ്കിലൊക്കെ അല്ലെ ഒരു സാക്ഷ്യങ്ങളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് തന്നെ ചെക്ക് ചെയ്യും. Today, employers review applicants' background, legal history, and reasons for leaving previous jobs, and even creditworthiness. അതായത് നമുക്കറിയാം ആപ്ലിക്കന്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്രൈസിസ് പെട്ടെന്നാണോ, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് അവര് അവിടെ നിന്ന് വിട്ടുപോയത്, എന്താണ് ആ ജോലിക്കകത്ത് എല്ലാവരെയും എന്തുകൊണ്ടാണ് ആ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്നത്, അതായത് അവരെ ക്രെഡിറ്റ് വർത്തിനെസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇപ്പൊ നിലവില് എങ്ങനെയാ അവര് അല്ലെ. അതായത് ആ ഒരു പേഴ്സൺസിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഇന്റർവ്യൂ നടത്തുമ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഒക്കെ പ്രിപ്പയർഡ് ആകുന്ന മറ്റു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബേർഡനൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടിരിക്കുന്ന വ്യക്തിയാണോ എന്നും കൂടി അനലൈസ് ചെയ്യാറുണ്ട് അല്ലെ. അതൊക്കെ റെഫറൻസ് ചെക്കിങ്ങിൽ നിന്നാണ് കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസ് ആണ്. അതുകൊണ്ട് അടുത്ത പോയിന്റ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാട്ടോ.
ഓക്കെ, വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് വെരിഫിക്കേഷൻ റെഫറൻസ് നമ്മൾ കണ്ടു. ഓക്കെ, നമുക്കറിയാം വെരിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പെടുന്നതിനൊക്കെയുള്ള കാര്യം ജസ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. എന്താണ് കോഗ്നിറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, മോട്ടിവേഷൻ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇതെല്ലാം ഈ 3 ടെസ്റ്റുകളും ഒക്കെ എന്താണ് എംപ്ലോയ്മെന്റ് ടെസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും അത് നിന്ന് വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിയെ ആ ഒരു പേഴ്സണെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ ഒക്കെ നടത്തി വെരിഫിക്കേഷൻ റെഫറൻസുകളും അത് സ്റ്റെപ്പായിട്ട് നമ്മൾ നിർവഹിച്ചു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിനെ ആണെങ്കിൽ നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ, ഒരു റെഫറൻസ് ചെക്ക് ചെയ്തു. അതിനുശേഷം ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻ എന്തൊക്കെയാണ് നോക്കാം. A firm may demand an applicant to have a medical checkup to ensure he or she is physically able to perform job tasks. Okay, നമുക്കറിയാം അവിടെ ശാരീരികമായിട്ട് ഫിറ്റ്നസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടപ്പാക്കി കൊണ്ടുവരാനായിട്ട് ചിലപ്പോഴൊക്കെ ചില ഓർഗനൈസേഷനൊക്കെ ആവശ്യപ്പെടുന്നത്. Usually candidate notify the tester of any prescription drugs he or she is taking because of this will show up in the result. Okay, നമുക്കറിയാം ചിലരൊക്കെ അല്ലെ, ഓക്കെ അവര് ഹെൽത്തി ബോഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആണെങ്കിൽ അവർ റെഗുലർ ആയിട്ട് ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരുണ്ടാവും അല്ലെ. അത് ചിലപ്പോൾ അവരെ ജോലിയെ ബാധിക്കാത്ത തരത്തിലുള്ള മെഡിസിനുമായിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്ന പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് അല്ലെ, കഴിക്കുന്ന മരുന്ന് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കേണ്ടതുണ്ട്. He or she tested positive for any drugs, it could threaten his chance to being recruited. അവിടെ കേസ് ഏതെങ്കിലും ഡ്രഗ്സുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെ, അവിടെ ചിലപ്പോ വേണമെങ്കിൽ അവരാണ് ഇതിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അല്ലെ. ചിലപ്പോ അതാണ് എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസിഷനിലെ ബാധിക്കാൻ സാധിക്കും. ചിലപ്പോ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത് വലിയ നാച്ചുറലി ഉള്ള മെഡിസിൻസ് പ്രശ്നമൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ അത് അവരെ ബാധിക്കാത്ത ആ ജോലിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമില്ലാതെ തന്നെ കൈകാര്യം ചെയ്ത് സാധിക്കും. ഇപ്പൊ ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതായത് മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കമ്പനി നിർദ്ദേശിക്കും. അതനുസരിച്ചിട്ട് റിപ്പോർട്ടുകൾ കൊടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്ന പ്രിസ്ക്രിപ്ഷനൊക്കെ കാണിക്കേണ്ടതുണ്ടെങ്കിൽ കൃത്യമായിട്ടൊക്കെ കാണിക്കാം. എനിവേ എന്താണ് ചിലപ്പോഴെങ്കിലും അല്ലെ ചില കാര്യങ്ങൾ കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവരുപയോഗിക്കുന്ന മെഡിസിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റിലേക്ക് പോകാം. ഫൈനൽ ഡിസിഷൻ അല്ലെ, ആ പേഴ്സണെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് എന്താണ് ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഫൈനൽ ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്കറിയാം ദ ഹയറിംഗ് മാനേജർ വിൽ യൂഷ്വലി ആസ്ക് ഫോർ ഫീഡ്ബാക്ക് ഫ്രം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഹു ഇന്റർവ്യൂഡ് ദ ജോബ് കാൻഡിഡേറ്റ്സ്. ഓക്കെ, ആ ജോലിയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയെ നമ്മൾ കണ്ടിരുന്ന പലതരത്തിലുള്ള വ്യക്തികളൊക്കെ എന്താണ് ഇന്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടാണ് പോയെന്നൊക്കെ കണ്ടായിരുന്നു. ഓക്കെ, അവരുടെയൊക്കെ ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്തു. ഓക്കെ, ഇന്ന പേഴ്സൺ ഓക്കെ ഇരുന്നോ, ഓക്കെ നിങ്ങൾ ഇന്റർവ്യൂ നടത്തിയിട്ട് എങ്ങനെയാണ് ആർക്കെങ്കിലും ഒരു വേരിയേഷൻ ആയിട്ടുള്ള അഭിപ്രായ ഭിന്നതകളുണ്ടോ അല്ലെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. He or she may also review his or her notes and decide which candidate is the best fit for the position. Okay, okay, നമുക്കറിയാം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേഴ്സൺ അല്ലെ, അതാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബാക്കിയെല്ലാം നമുക്കറിയാം, നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകാര്യം ചെയ്ത് പോകാനായിട്ടാണ്. പക്ഷെ മോസ്റ്റ്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ഏത് പേഴ്സൺ ആണോ ഏറ്റവും നല്ല ഫിറ്റ് ആയിട്ടുള്ള എംപ്ലോയി അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ജസ്റ്റ് ഇന്റർവ്യൂ നടത്തിയപ്പോഴും അല്ലെങ്കിൽ പേഴ്സണലി ജസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയപ്പോഴും അല്ലെങ്കിൽ എന്താണ് അവരുടെ റെഫറൻസ് ചെക്ക് ചെയ്തപ്പോഴൊക്കെ നല്ല അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അവരുടെ ഫീഡ്ബാക്കിൽ ഇന്റർവ്യൂ നടത്തിയവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ എന്താണ് ഫൈനൽ ഡിസിഷനിൽ നിന്നാണ് ആ കാൻഡിഡേറ്റ് ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെയാണ് ആ വ്യക്തിക്ക് നിയമനം കിട്ടിയത് ഉറപ്പാക്കി അവരെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് രണ്ട് നമ്മൾ കണ്ട 6th പോയിന്റ് കഴിഞ്ഞില്ലേ? 6 പോയിന്റ്സ് ആണ് ഈ ഒരു സെലക്ഷൻ സ്റ്റെപ്പിൽ വരുന്ന പോയിന്റ്സ്. ഫസ്റ്റ് വൺ ഇനീഷ്യൽ സ്ക്രീനിങ് ആൻഡ് ആപ്ലിക്കേഷൻസ്,
second one employment question, then third one interview, selection interview, then fourth one verifications and reference, then physical examination and a final decision. Okay, again, the must type of principle. യാണോ? എന്തൊക്കെയാണ് അതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനൊക്കെയുള്ള ബെസ്റ്റ് പോയിന്റ്സുകൾ നമ്മൾ നോക്കി വെച്ചേക്കാം. ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മാനേജ്മെന്റിന്റെ ആ ഒരു ഭാഗത്താണ് പേഴ്സണൽ മാനേജ്മെന്റ്, അതെ നമ്മൾ കണ്ടത് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. അതായത് നമ്മൾ ഇത്രയും നേരം കൊണ്ട് കവർ ചെയ്തത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ് കവർ ചെയ്തത്. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മെറ്റീരിയൽ മാനേജ്മെന്റ്, ടൈം മാനേജ്മെന്റ്. അപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താന്ന് നോക്കാം. ഓക്കെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ financial management is one very important task of management, and it deals with how to spend the money and get the maximum gains for the organization. Okay, our organization ഒരുപാട് നമ്മൾ ചെലവ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അതുകൊണ്ട് യൂസ്ലെസ് ആണ്, അല്ലെ, ഉപയോഗപ്രദമല്ല എന്ന് പറയാം. നമ്മള് തീർച്ചയായിട്ടും എന്താണ് പറയുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് is one very important task of management and deals with how to spend the money and get the maximum gains. അല്ലെ, ആ കൊടുത്തിരിക്കുന്ന ചെലവഴിക്കുന്ന മണിക്ക് മാക്സിമം ആയിട്ടുള്ള ലക്ഷ്യം നേടിയിട്ടുണ്ട്. അല്ലെ, ചെലവഴിക്കുന്ന മണി എന്ന് പറയുമ്പോൾ ആ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് മുടക്കിയിട്ടാണ്, അല്ലെ, അവരുടെ സാലറി പാക്കേജുകളൊക്കെ കൊടുത്തിട്ടാണ് ആ തൊഴിലാളിയെ കണ്ടെത്തുന്നത്. യെസ്, അതനുസരിച്ചിട്ട് അവരിൽ നിന്ന് നല്ലൊരു റിട്ടേൺ, അല്ലെ, ഗെയിൻ മാക്സിമം ഗെയിൻ നേടിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് is a very important task of management and it deals with how to spend your money and get a maximum gains for the organization. Then next നോക്കാം, financial management is a strategic planning, organizing, directing and controlling of the financial undertaking in an organization or an institute. നോക്കാം. അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഫിനാൻസ് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്കറിയാം വെറുതെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അത് വിനിയോഗം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. അല്ലെ, അത് കൃത്യമായിട്ടുള്ള സമയത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ, അല്ലെ, അളവിൽ തൂക്കത്തിലൊക്കെ എന്നോ പറഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ ഫണ്ട് വിനിമയം ചെയ്താൽ കൈകാര്യം ചെയ്താൽ മാത്രമാണ്, അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സ്ട്രാറ്റജിക് പ്ലാൻ എന്താണ് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, അല്ലെ, തന്ത്രപരമായ രീതിയിൽ ആ ഒരു ഫണ്ടിനെ നമ്മൾ പ്ലാൻ ചെയ്തു ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെ, അത് സംഘടിപ്പിച്ചു കൊണ്ടുവരണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രമല്ല, അല്ലെ, അത് കൃത്യമായിട്ടുള്ള രൂപരേഖയിലും അത് അപ്ലൈ ചെയ്യുന്ന വിധത്തിലാക്കി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതേമാതിരി തന്നെ ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ്, അല്ലെ, അവിടെ നല്ലൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുള്ളതിന് അല്ലെങ്കിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ, അല്ലെ, നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. അതല്ല എങ്കിൽ തന്നെ നമുക്കറിയാം ആ ഫണ്ട് എന്താണ് വേസ്റ്റ് ആയി പോകും, അല്ലെ. It also involves applying management principles to financial assets of an organization while also playing a vital role in the physical management. Okay, നമുക്ക് തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ വളരെയധികം, അല്ലെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ വളരെയധികം നന്നായിട്ട് തന്നെ ഫണ്ട് കൈകാര്യം ചെയ്യും, അല്ലെ. ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ മൂല്യമായ ഒന്നാണ്, അല്ലേ, മൂല്യമായ ഒന്നല്ലേ, അല്ലേ, ഫിനാൻസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യും, അല്ലെ. പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ഫിനാൻഷ്യൽ അണ്ടർടേക്കിംഗ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നല്ല രീതിയിൽ അത് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ഇൻ കേസ് നമുക്കറിയാം ഫിനാൻഷ്യൽ അസറ്റ് ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തത്വങ്ങളൊക്കെ ഫോളോ ചെയ്യും, അല്ലെ. നമ്മൾ ചെലവഴിക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് റിട്ടേൺ കിട്ടണം. അതല്ല എങ്കിൽ നമുക്കറിയാം ആ റിട്ടേൺ ഇല്ല എങ്കിൽ അത്രയും കണ്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് പാടില്ല, അല്ലെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അതിനെ മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്യുന്നതാണ് പ്രധാനമായിട്ട് വരുന്നത്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവലോകനം, അല്ലെ, ഒരു നീക്കിയിരിപ്പ് എന്ന് പറയില്ലേ.
ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അല്ലെ. അപ്പൊ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട വരും. നമുക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി അല്ലെ കുറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷം കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നോക്കാം എന്താണ് ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം ഷോയിങ് ദ പ്രൊപ്പോസ്ഡ് ഓർ എസ്റ്റിമേറ്റഡ് ഷെഡ്യൂൾ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻ കമ്മിങ് ഇയർ keeping in view the estimated income of the next year. Okay. അവിടെ തീർച്ചയായിട്ടും പറയുന്ന കാര്യം പറയുന്നത് എസ്റ്റിമേറ്റിംഗ് ഷെഡ്യൂൾ എക്സ്പെൻഡിച്ചർ അല്ലെ. അവിടെ നമ്മൾ നേരത്തെ കൂടി ഇൻകം എത്രത്തോളം ആൾക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ചെലവും കൂടി കണക്കാക്കും അല്ലെ. എക്സ്പെൻഡിച്ചർ ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ മെഷീനറി മേടിക്കാൻ ഇത്ര ഇൻകം വേണം, അല്ലെങ്കിൽ ഇത്രയും ഫണ്ട് അവിടുത്തെ തൊഴിലാളികൾക്ക് സാലറി കൊടുക്കണം, അതല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാലം നീക്കി വെക്കാം അല്ലെ. ഓരോരോ ചെലവുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കയ്യിലെ ബാലൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അടുത്ത കൊല്ലം അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരവസരത്തിലേക്ക് ഫണ്ട് നമ്മൾ നീക്കിയിരുന്ന് നടത്തും. അപ്പൊ നോക്കാം ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഗ്രാം ഷോയിങ് ദ പ്രൊപ്പോസ്ഡ് ഓർ എസ്റ്റിമേറ്റഡ് ഷെഡ്യൂൾ ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകമിംഗ് ഇയേഴ്സ് കീപ്പിംഗ് ഇൻ വ്യൂ ദ എസ്റ്റിമേറ്റഡ് ഇൻകം ഓഫ് ദ നെക്സ്റ്റ് ഇയർ. ഓക്കെ. അപ്പൊ എസ്റ്റിമേറ്റ് ചെയ്യും നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെ എത്രത്തോളം വേണ്ടി വരാമെന്നുള്ളത് നീക്കിയിരുന്ന് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവലോകനം ചെയ്ത് വെക്കുക അല്ലെ. നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഫണ്ട് നീക്കിയിട്ട് വെച്ചു, അടുത്ത കൊല്ലം പുതുക്കി പണിയുന്നതിന് വെച്ചു, അല്ലെങ്കിൽ മിഷനറി പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നീക്കിയിട്ട് നടത്തി അല്ലെ. അങ്ങനെയൊക്കെയുള്ള അവലോകനങ്ങളാണ് ബഡ്ജറ്റില് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ജസ്റ്റ് ബഡ്ജറ്റ് നീക്കി വെച്ച് നോട്ട് ചെയ്തേരെ ബഡ്ജറ്റ് ഈസ് എ ന്യൂമറിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പ്രോഗ്രാം ഷോയിങ് ദ പ്രൊപ്പോസ്ഡ് അല്ലെ. അവിടെ തീർച്ചയായിട്ടും ന്യൂമറിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സംഖ്യാബദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അത്രയും എമൗണ്ട് നീക്കിയിരുപ്പ് വെക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും എന്താണ് നമ്മളെ കാര്യം ക്ലിയർ ആയോ? ആണോ? കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ആണെങ്കിലും നോട്ട് ചെയ്ത് വെക്കണോട്ടോ, അല്ലെങ്കിൽ പിന്നെ അവസരം വരുമ്പോ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷെഡ്യൂൾ ചെയ്യുക അല്ലെ. ഒരു കമ്മിങ് ഇയറിലേക്ക് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യമാണ്. മൊത്തത്തില് അത് മനസ്സിലാക്കി വെക്കുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ നാളേക്ക് വേണ്ടിയിട്ട് നീക്കിയിട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. ബഡ്ജറ്റ് മേ ബി ടു ടൈപ്സ്, ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് ആൻഡ് നോൺ ഡെവലപ്മെന്റൽ ബഡ്ജറ്റ് അല്ലെ. അത് ബഡ്ജറ്റ് നമുക്ക് രണ്ട് രീതിയിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് മാനുവലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ, ഒരു വർഷം അല്ലെങ്കിൽ മൊത്തത്തിലേക്ക് വേണ്ടിയിട്ടുള്ളത്. നോൺ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യത്തിനല്ല. ജസ്റ്റ് നോക്കാം ഡെവലപ്മെന്റ് ബഡ്ജറ്റ് പാർട്ട് ഓഫ് ബഡ്ജറ്റ് യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോസസ് ഓഫ് എക്സ്പെൻഡിച്ചർ യൂഷ്വലി for a limited period, usually prepared according to the annual developmental program and called the annual development budget. Okay, അവിടെ ആനുവൽ ഒരു പുതിയ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ.
എന്താണ് ഒരു പരിമിതമായ കാലയളവ് രീതിയിൽ ഒരു നിശ്ചിത തുക നീക്കിയിരിക്കും നടത്തുന്നത് അല്ലെ. It's a part of a budget used for a new process of expenditure, usually for a limited period. നിശ്ചിതമായ ഒരു കാലയളവിലേക്ക് ഒരു പുതിയ ഒരു പ്രോസസ്സ് അത് ലഭ്യമാക്കുന്നതാണ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിൽ പ്രധാനമായിട്ട് നോക്കാം. For a limited period, usually prepared according to the annual development program and called the annual development budget. Okay. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള ബഡ്ജറ്റിനെ നമുക്ക് വിശേഷിപ്പിക്കുന്ന പേരാണ് ആനുവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എന്താണ് കോൾഡ് ദ ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഓക്കെ, ആനുവൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റൊരു പേര് എന്ന് പറയുന്നതാണ് ആനുവൽ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബഡ്ജറ്റ് യൂസ്ഡ് ഫോർ എ ന്യൂ പ്രോസസ് ഓഫ് എക്സ്പെൻഡിച്ചർ യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് പീരിയഡ് അല്ലെ. യൂഷ്വലി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ആനുവൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പുതിയ പ്രക്രിയക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ആനുവലിന് വേണ്ടിയിട്ട് ഒരു നീണ്ട കാലയളവിൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നീക്കിയിരിപ്പ് നടത്തുന്നതാണെങ്കിൽ അതാണ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് പറയുന്നത്. നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ പാർട്ട് ഓഫ് ദ ബഡ്ജറ്റ് വിച്ച് ഓർഗനൈസേഷൻ നീഡ് ഫോർ ഇറ്റ്സ് നോൺ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്. അങ്ങനെ ഒരു പുതിയ ഡെവലപ്മെന്റ് കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല അല്ലെ, അത് ഇപ്പൊ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നീക്കിയിരിക്കും അല്ലെ. നമ്മള് അതേസമയം ഒരു പുതിയ മെഷീൻ അല്ലെങ്കിൽ പുതിയൊരു നീക്കിയിരിപ്പ് പുതിയൊരു പ്രൊജക്ടിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നീക്കിയിരിപ്പ് നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഡെവലപ്മെന്റ് ബഡ്ജറ്റ് ആണ്. നോൺ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നോൺ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ബഡ്ജറ്റ് നീക്കിയിരിപ്പ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് ബഡ്ജറ്റിന്റെ വീഡിയോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ട് തരത്തിലുള്ള ബഡ്ജറ്റ് ഉണ്ട്, ഡെവലപ്മെന്റ് ബഡ്ജറ്റ് നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ്. ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ് കുറെ ലിമിറ്റഡ് പീരിയഡിലേക്ക് വേണ്ടിയിട്ട് അല്ലെ ഒരു പ്രോസസ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നീക്കിയിട്ട് നടത്തുന്നതാണ്. This is the part of the budget which can organization need for its non-development activities. Okay, non-development ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രം ലഭ്യമാക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണെങ്കിൽ അതിനെ നോൺ ഡെവലപ്മെന്റ് ബഡ്ജറ്റ് എന്ന് പറയും. So monitoring the budget. Okay, ബഡ്ജറ്റിന് വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ എന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണ്? ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കണക്കുകളാണ് അല്ലെ. അപ്പൊ കണക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് റിപ്പോർട്ട് അല്ലെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് ലഭ്യമാകുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യാൻ. എന്താണ് ഹെഡിങ്സ് പറയുന്നത്? ടൂൾസ് ഫോർ മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ്. ഫസ്റ്റ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സൽ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതെല്ലാമാണ് ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ടൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെഡിങ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ് അതൊക്കെയാണ് മന്ത്ലി സ്റ്റേറ്റ്, എക്സൽ സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്. പേര് കൂടുന്നുണ്ടോ? നല്ലതായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ? വായിച്ചു പോകട്ടെ. ഞാൻ അതുകൊണ്ടാണ് ബ്രേക്ക് ചെയ്ത് വരുന്നത്, കാരണം വായിച്ചു പോവാ. നമുക്ക് നോക്കാം. ടൂൾസ് ഓഫ് മോണിറ്ററിംഗ് ദ ബഡ്ജറ്റ്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ്,
access statement accounting auditing. So monthly statement എന്ന് പറയുന്നത് a monthly statement is a written record prepared by financial institution usually once a month listing all credit card transactions for an account including purchase payment and finance charge. Okay, it may be made to consumer or provided electronically. Okay, അതായത് തീർച്ചയായിട്ടും നമുക്കറിയാം ദൈനംദിന കണക്കുകളിലൊക്കെ അല്ലെ ഒരു മന്ത്ലി കാര്യങ്ങളൊക്കെ ഏതൊരു ബിസിനസ് സ്ഥാപനമാണെങ്കിലും മന്ത്ലി നമുക്കറിയാം അവരുടെ എക്സ്പെൻസും ലെറ്ററുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുക. അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കൃത്യമായിട്ട് റിട്ടേൺ റെക്കോർഡ് പ്രിപ്പയർഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ യൂഷ്വലി വൺസ് എ മന്ത് മാസം അതിന്റെ കണക്കെടുപ്പ് നടപ്പാക്കുന്നതാണ്. അതിൽ നമുക്കറിയാം അപ്പൊ ഓൾ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസും അന്നത്തെ ഉണ്ടാവും അല്ലെ. അതേമാതിരി തന്നെ നമുക്കറിയാം വരവ് കണക്കുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇൻക്ലൂഡിംഗ് പർച്ചേസ് പേയ്മെന്റ് ഫീസ് ആൻഡ് ഫിനാൻസ് ചാർജ് അല്ലെ. പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ട്. നമുക്ക് ഏതൊരു സമയമാണെങ്കിലും പലതരത്തിലുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്കറിയാം സാധനങ്ങൾ മേടിച്ചത് പർച്ചേസുമായി ബന്ധപ്പെട്ടത് എന്താണ് പേയ്മെന്റ് കഴിഞ്ഞാൽ നമ്മള് എന്തൊക്കെയാണ് സാധനങ്ങൾക്കൊക്കെ വേണ്ടി എത്രത്തോളം ചെലവഴിച്ചു അല്ലെ. പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം ചെലവഴിച്ചു, എത്രത്തോളം പേയ്മെന്റുകളൊക്കെ നടത്തി, ഇപ്പോ സാലറി ഒക്കെ കൊടുത്തിട്ടുണ്ടോ അല്ലെ. പലതരത്തിലുള്ള പേയ്മെന്റുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ, ഫീസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുത്തു ചെലവഴിച്ചു. അതിന് ഫിനാൻസ് ചാർജ് അല്ലെ, പലതരത്തിലുള്ള ചാർജുകളുണ്ടോ. ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ട്, വാട്ടർ ചാർജ് ഉണ്ട് അല്ലെ. നമ്മുടെ എന്താണ് സ്റ്റാഫുകൾക്കൊക്കെ സാലറി കൊടുക്കുന്നുണ്ടാവാം അല്ലെ. അങ്ങനെ പലതരത്തിലുള്ള ചാർജുകളുണ്ട്. സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പെൻസുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം വരവുകളുണ്ട് അല്ലെ, ഇതുമുണ്ട്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വന്നു പോയി കഴിയുമ്പോൾ അവര് പേയ്മെന്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അടച്ചിട്ടായിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അത് പ്രോഫിറ്റബിൾ ആയിട്ട് വരുമ്പോൾ ആണ് നമ്മളത് റണ്ണിങ് ചെയ്ത ഹോസ്പിറ്റൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ മന്ത്ലി ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാന്ന് പറയുമ്പോൾ കണക്കുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ സഹായത്തോടുകൂടിയിട്ട് അത് എടുക്കുന്നത്. ഓക്കെ, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു റിട്ടേൺ റെക്കോർഡാണ്. അത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് സെക്ഷനിലുള്ള വ്യക്തികളായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. അതെന്താണ് ഒരു മാസത്തിന്റെ വരവ് കണക്ക് ചെലവ് കണക്കുകളാണ് പ്രധാനമായിട്ട് അതിൽ ഉണ്ടാവുന്നത്. പേയ്മെന്റ്സ് എന്ന് പറയുന്ന പർച്ചേസ് പേയ്മെന്റ്സ് ഫിനാൻസ് ചാർജ് എന്ന് പറയുന്ന അല്ലെ ചെലവഴിക്കുന്ന ഒരു പണത്തിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ തന്നെ വരവിന്റെ ഇൻകംസും സൈഡുമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അങ്ങനെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്താണ് ഒരു മാസത്തോളം ചെലവ് വരവ് സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണോ? നമുക്ക് വീണ്ടും എക്സസ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Okay, നമ്മൾ നോക്കാം. According to the language of a finance, it conveys the financial position of the firm or business to anyone who wants to know. They have to translate the working of a firm into tangible reports that can be compared. Okay, അതായത് sorry, നമ്മൾ എക്സസ് സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് പോയി. എക്സസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാം. എക്സസ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു അഡീഷണൽ എമൗണ്ട് ഓഫ് മണി that need to be paid for service and activities that they are not originally planned or concerned. നമ്മളിപ്പോ നേരത്തെ കൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടാവും. ഓക്കെ, ഇത്രയും പേയ്മെന്റ് വരും, ഓക്കെ ഇത്രയും സാലറി കൊടുക്കേണ്ടത്, ഇത്രയും പർച്ചേസിന് വേണ്ടി ഇത്രയും ചെലവഴിക്കേണ്ടതായിട്ട്, അങ്ങനെ ഒരു നേരത്തെ കൂട്ടി ഒരു പ്ലാനിങ് ഉണ്ടാവും അല്ലെ. ഒരു മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് മന്ത് ഇത്രയൊക്കെ വേണ്ടി വരും അല്ലെ. അവിടെ സാലറി കൊടുക്കുമ്പോഴല്ല അവിടെ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത്രയൊക്കെ വേണ്ടി വരും എന്നുള്ളത് നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എക്സസ് ഈസ് യൂസ്ഡ് ടു റെഫർ അഡീഷണൽ എമൗണ്ട് ഓഫ് മണി അല്ലെ. ഈ പറഞ്ഞ പ്ലാൻ അനുസരിച്ചിട്ടുള്ള നമ്മൾക്ക് കൊടുക്കേണ്ട അല്ലെ സാലറി കൊടുക്കേണ്ടതിന് പർച്ചേസ് ചെയ്യേണ്ടതൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസുകൾ നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് അപ്പുറം എന്താണ് എക്സസ് ആയിട്ട് കുറച്ച് മണികളും അഡീഷണൽ ആയിട്ട് കിട്ടും അല്ലെ. Additional amount of money that needs to be paid for service and activities that we are not originally planned or considered. Okay, നമുക്കറിയാം
അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുമ്പോൾ അധികമായിട്ട് നമുക്ക് കുറച്ച് ഫണ്ട് വേണ്ടി വരുന്നത് നേരത്തെ കൂടി കരുതി വെക്കുന്ന ഒരു ഫണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക എക്സസ് സ്റ്റേറ്റ്മെന്റ്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഇൻകം എക്സ്പെൻസുകളും അല്ലെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന ഒരു കണക്കെടുപ്പാണ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് കൈകാര്യം ചെയ്തു. എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നേരത്തെ കൂട്ടി ചിന്തിച്ച് ഉറപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടി അല്ലെ ഒരു കരുതൽ എമൗണ്ട് എന്ന രീതിയിൽ നമ്മൾ എമൗണ്ടിലേക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എക്സസ് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഫിനാൻസ്. അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലെ ഒരു പണവുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്താണ് ഇറ്റ് കൺവേസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ഓർ ബിസിനസ് ടു എനിവൺ ഹു വാണ്ട്സ് ടു നോ. ഓക്കെ, ആർക്കുമാണെങ്കിലും നമുക്കറിയാം ഫിനാൻഷ്യൽ പൊസിഷൻ അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഹെൽപ് ടു ട്രാൻസ്ലേറ്റ് ദ വർക്കിംഗ് ഓഫ് ഫേം ഇൻടു ടാൻജിബിൾ റിപ്പോർട്ട്സ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ്. ഓക്കെ, നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അല്ലെ ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പോകണമെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്ലേറ്റ് ദ വർക്കിംഗ് ഓഫ് ഫേം ഇൻടു ടാൻജിബിൾ റിപ്പോർട്ട്സ് ദാറ്റ് ബി കമ്പയർഡ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ബിസിനസ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഇത്ര ചെലവുകളൊക്കെയാണ്, അതിനനുസരിച്ചിട്ടുള്ള ഇൻകംസ് ഉണ്ട്, അതനുസരിച്ചിട്ട് തന്നെ ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും അസറ്റ് ഇതിനേക്കാൾ കൂടുതൽ ലയബിലിറ്റി വരുന്നില്ല അല്ലെ, കടബാധ്യതകൾ വരുന്നില്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാം ഈ കമ്പനി നഷ്ടത്തിലാണോ അറിയുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലാംഗ്വേജ് ഓഫ് ഫിനാൻസ് ആണ്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ലേറ്റ് ദ വർക്കിംഗ് ഫോർ എ ഫേം ഇൻടു ടാൻജിബിൾ റിപ്പോർട്ട്സ് ദാറ്റ് ക്യാൻ ബി കമ്പയർഡ്. അപ്പൊ അവിടെ കൃത്യമായിട്ട് നമുക്ക് ആ റിപ്പോർട്ടുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, കമ്പാരിസൺ ഒക്കെ നടത്താനായിട്ട് സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എക്സസ് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ക്ലിയർ ആയോ? മന്ത്ലി സ്റ്റേറ്റ്മെന്റ്, എക്സസ് സ്റ്റേറ്റ്മെന്റ്, അക്കൗണ്ടിങ് എന്നുള്ളത് ഒന്ന് നോക്കിയാണോ? വൈകുന്നേരക്കൊക്കെ ചിലപ്പോ എന്താണെന്ന് അറിയാൻ പറ്റാതിരിക്കും, അതാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. മന്ത്ലി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മാസത്തിന്റെ ഒരു കണക്കുകളൊക്കെ എടുക്കുന്നതാണ്. എക്സസ് എന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമ്മൾ കരുതൽ എമൗണ്ട് നോക്കാം. ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോഴും അവലോകന റിപ്പോർട്ടുകൾ അല്ലെ, അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലെ, ഒരു കണക്കെടുപ്പ് നടത്തുന്നത് ഈ പറഞ്ഞ പോലെ കമ്പനി 2-3 വർഷത്തിൽ നഷ്ടത്തിലാണ് പോയിരിക്കുന്നത്, ഇതുകൊണ്ടാണ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, എവിടെയാണ് കൂടുതൽ ഫോൾട്ട് വന്നിരിക്കുന്നത്, എവിടെയാണ് ആരെങ്കിലും കബളിക്കപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെയെങ്കിലും കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വന്നത് അല്ലെ, കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ട് എവിടെയാണ് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്, എവിടെയാണ് കുറച്ച് നേട്ടം വന്നിരിക്കുന്നത്, എവിടെയാണ് ഷോർട്ടേജ് വന്നിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പൊ നോക്കാം, ഓഡിറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് or inspection of various books of accounts by auditor, followed by physical checking of inventory to make sure that all the departments are following a documented system or recording the transactions. Okay, അപ്പൊ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെതായിട്ട് ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ, ഒരു രീതി ഉണ്ടാകും. എങ്ങനെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള ജീവനക്കാർക്ക് സാധനങ്ങൾ ഉണ്ടാകും. അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഹോസ്പിറ്റലാണ്, കാർഡിയോളജി, ന്യൂറോളജി, ഗൈനക്കോളജി അല്ലെ, ഗൈനക്കോളജി എല്ലാ വിഭാഗങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ നമുക്കറിയാം അവിടെ സാമഗ്രികൾ എക്യുപ്മെന്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അവിടെയുള്ള വർക്കേഴ്സിനൊക്കെ സാധനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. പേഷ്യൻസിൽ നിന്ന് ഇൻകംസ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലെ, അവിടെ തീർച്ചയായിട്ടും ടെസ്റ്റുകൾ കാര്യങ്ങൾക്കൊക്കെ വിധേയമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ഓക്കെ, അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചിലപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനും കൂടുതൽ ലാഭകരമായിരിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റ് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ടാവും. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ വേരിയേഷൻസ് വരുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും ചില ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, അപ്പൊ അടുത്ത വർഷവും അവിടെ നിന്ന് കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കാം. ഓക്കെ, വരെയാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെ കുറച്ച് പെട്ടെന്ന് എന്താണ് ഡൗൺ ആയി പോയി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയി പോയത്.
അവിടുത്തെ ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ കുറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെ രോഗികൾ വരാതായിട്ടുണ്ടോ, എവിടെയെങ്കിലും അല്ലെ പേഷ്യന്റ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് പോയിട്ടാണോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ആ അവലോകന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവും നഷ്ടത്തിൽ ഏതാണ് ലാഭത്തിൽ ഏതാണ്, അല്ലെ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. So audit is the examination of or inspection of various books of accounts by auditor. Okay, നമുക്കറിയാം വ്യത്യസ്ത ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഇവര് കൈകാര്യം ചെയ്യുന്നത്, അല്ലെ നമ്മൾ പറഞ്ഞ മാത്രമേ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് നോക്കും, അല്ലെങ്കിൽ അല്ലെ അക്കൗണ്ട്സ് പ്രോഫിറ്റ് ആൻഡ് ലോസും അല്ലെ ബാലൻസ് ഷീറ്റും അങ്ങനെയൊക്കെയുള്ള അല്ലെ ഡബിൾ സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്നതാണ്. ഇതിനനുസരിച്ചിട്ട് നോക്കും, അല്ലെങ്കിൽ ഏത് സിസ്റ്റം ആണോ അക്കൗണ്ട്സിന് വേണ്ടിയിട്ട് അവർ എടുത്തിരിക്കുന്ന രീതി, അല്ലെ ആ രീതി അനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻ അവർ നടത്തിയിരിക്കും. അപ്പൊ ഓരോ ബുക്കുകൾ അതിനനുസരിച്ചിട്ടുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്യും. ഓക്കെ, അപ്പൊ ഓഡിറ്റർ റെഫർ ചെയ്യും. ഫോളോഡ് ബൈ ഫിസിക്കൽ ചെക്കിംഗ് ഫോർ ഇൻവെന്ററി ടു മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. അതേമാതിരി തന്നെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ. നമുക്കറിയാം എന്താണ് നമ്മുടെ ഇൻകോ പേയ്മെന്റ്സ് മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ ഇവിടെയുള്ള അസറ്റ്സുകളുടെയും കൂടി മൂല്യം നോക്കാം, അല്ലെ ഇൻവെന്ററീസ് അത് സ്റ്റോക്കുകളൊക്കെ ഉണ്ട്, നമുക്കൊക്കെ കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഓക്കെ ആണോ, അല്ലെ അതിലേക്ക് നമുക്കറിയാം ലാഭം കൂടി അതിന്റെയും കൂടി നമ്മുടെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്, അല്ലെ ചിലപ്പോൾ അല്ലെങ്കിൽ ചില മെഷീനൊക്കെ കൂടുതൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും, അപ്പൊ അതിന് കൂടുതൽ എക്സ്പെൻസ് വെച്ചിട്ടുണ്ടാവും, അല്ലെ കുറച്ച് കൂടുതൽ ഫണ്ട് എടുത്തിട്ടായിരിക്കും അതൊക്കെ നേരത്തെ കൂടി ഇൻവെന്ററി ആയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. സോ അതൊക്കെ കൂടി കമ്പയറേഷൻ ഒക്കെ നടത്തിയിട്ടായിരിക്കും ഓക്കെ ഇത് നഷ്ടത്തിലാണോ ലാഭത്തിലാണോ പോകുന്നതൊക്കെ തീരുമാനങ്ങൾ എടുക്കും. സോ അതിനൊക്കെ എന്താണ് പലതരത്തിലുള്ള ബുക്കുകളൊക്കെ, അല്ലെ ഇൻവെന്ററി ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പർച്ചേസ് സെയിൽസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ രജിസ്റ്ററുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ടാവും. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഓഡിറ്റർ വിശകലനം ചെയ്യും. എന്താണ് ഡോക്യുമെന്റ് സിസ്റ്റംസ് ഓഫ് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ അവർ വിശകലനം ചെയ്യും. ഇനി the accuracy of the financial statement provided by the financial. Okay, തീർച്ചയായിട്ടും ഈ ഓഡിറ്റർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ടും ഈ അക്കൗണ്ട്സുകളെല്ലാം കറക്റ്റ് ആയിട്ട് പക്കാ ഡീസന്റ് ആയിട്ട്, അല്ലെ പക്കാ അക്യുറസിയോട് കൂടിയിട്ട് അതായത് കറക്റ്റ് ആയിട്ടാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡേറ്റില് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയില് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എമൗണ്ടിലൊക്കെ തന്നെയാണ് ഇത് റെക്കോർഡിങ്ങിൽ സൂക്ഷിച്ചിരിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. തീർച്ചയായിട്ടും നമുക്കറിയാം പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങളൊന്നും വരാൻ പാടില്ല, അല്ലെ അപ്പൊ ഓഡിറ്ററുടെ മേൽനോട്ടത്തിലായിരിക്കും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നത്, ആ കാര്യക്ഷി ഉറപ്പുവരുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഡൺ ടു അസർടൈൻ the accuracy of financial statement provided by organization. ഓർഗനൈസേഷനിൽ ലഭ്യമായിട്ടിരിക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെയും കൃത്യത ഉറപ്പുവരുത്തുകയും കൂടി ആര് ചെയ്യുന്നുണ്ട്, ഓഡിറ്റർ നടപ്പാക്കുന്നു. ണോ ആണോ വായിച്ചു നോക്കുക. 4 അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുക.
നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്ലിയർ ആണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെ. മാനേജ്മെന്റ് കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത മാനേജ്മെന്റ് അല്ലെ, നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ ആണോ ഒരുപാട് മെറ്റീരിയൽസ് അവിടെ വേണം അല്ലെ, സാധനങ്ങൾ അവിടെ ആവശ്യമാണ്. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് is the planning, purchasing and maintaining of different items used in the hospitals. The job of a hospital administrator is to ensure. Okay, നമുക്കറിയാം ഒരു നമ്മുടെ മേൽത്തരത്തിലുള്ള ഏറ്റവും ടോപ്പിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരാണ് ഇങ്ങനെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതല്ലേ എല്ലാ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കുറിച്ചിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമാണ് അവിടെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യണം, ആസൂത്രണം ചെയ്യണം, അതെല്ലാം പർച്ചേസ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതേമാതിരി തന്നെ അതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണം അല്ലെ. അത് ഓക്കെ ഒരു സംഭവം കേടായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് റിപ്പയർ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് മറ്റൊരു വീട്ടിൽ മേടിച്ച് സ്ഥാപിക്കേണ്ടതായിട്ട് വരും. ഇരുവരില്ലേ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമുക്കറിയാം അവിടെ കട്ടിലുണ്ട്, ടേബിളുണ്ട്, ചെയറുണ്ട് അല്ലെ, മറ്റേ ഐഡി ക്യാനൊക്കെ സംഭവം സ്റ്റാൻഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ, മെറ്റീരിയൽസ് ഉണ്ട്. പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഉപകരണങ്ങൾ എന്ന് മാത്രം എന്നതല്ല, അതിനേക്കാൾ അപ്പുറം മെറ്റീരിയൽസ് അവിടെ ധാരാളം യൂസ് ചെയ്യുന്നു അല്ലെ. അതുകൊണ്ടാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ അവിടെ എടുത്ത് പറയുന്നത്. അപ്പൊ മെറ്റീരിയൽസ് കാര്യങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ഉദ്യോഗസ്ഥരാണ്, ഏറ്റവും ടോപ്പിലുള്ളവരാണ് അത് കൃത്യമായിട്ടൊക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും, ചില ഹോസ്പിറ്റലിൽ അത്രയും സൗകര്യങ്ങൾ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ വേരിയേഷൻസ് കാണാറില്ലേ, അനുഭവപ്പെടാറില്ലേ? ഭയങ്കര ഷെൽഫോട് കൂടിയ കുറെ ഷെൽഫോട് കൂടിയ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് ചിലപ്പോ ചെറിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെയൊക്കെ സൗകര്യം ചെയ്യുമ്പോൾ ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ ഒരു കബോർഡ് അല്ലെ, അവിടെ ചെറിയൊരു സ്റ്റൂള് അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ടോപ്പിലോട്ടിലുള്ളവരാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇൻ കേസ് അവിടെ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്, കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ പുതിയത് പർച്ചേസ് ചെയ്ത് സ്ഥാപിക്കേണ്ടതൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. Okay, the supply of a right thing at the right place at the right time and at the right cost. നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സാധനങ്ങൾ വേണം അല്ലെ, ആവശ്യത്തിനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവണം. അത് കൃത്യമായിട്ടുള്ള സമയത്ത് ഉണ്ടാവണം അല്ലെ, കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഉണ്ടാവണം അല്ലെ. ഓരോ പേഷ്യന്റിനും അനുയോജ്യമായിട്ടുള്ള സാധനങ്ങൾ അവർക്ക് ആയിട്ട് കരുതി വെക്കേണ്ടതുണ്ട് അല്ലെ. കോമൺ ആയിട്ടും യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ കോമൺ ആയിട്ടും അവിടെ കരുതി വെക്കേണ്ടത്. സോ അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. സപ്ലൈ ഓഫ് റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ശ്രദ്ധിക്കണം അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു ഹോസ്പിറ്റലിന് ചേർന്ന വിധത്തിലുള്ള സാധനങ്ങൾ മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ബഡ്ജറ്റിനേക്കാൾ അപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ ഹോസ്പിറ്റൽ ബഡ്ജറ്റിനനുസരിച്ചിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചെറിയ സ്ഥാപനങ്ങളെല്ലാം എന്താണ് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും സപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഇത് ഇൻവോൾവ്സ്, അതുകൊണ്ട് തന്നെ ഇതില് പല കാര്യങ്ങളുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക. കറക്റ്റ് പ്ലാനിങ്, ഓക്കെ, എന്തൊക്കെ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ വേണം അല്ലെങ്കിൽ കോമൺ ആയിട്ട് വെച്ചാൽ മതി എന്നൊക്കെ ഉള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. സ്റ്റിക്കിംഗ് ടു ടൈം നീഡ്സ്, നമുക്കറിയാം ആവശ്യത്തിനനുസരിച്ചിട്ട് അല്ലെ. ചിലപ്പോ വേണമെങ്കിൽ ചില ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഐഡി സ്റ്റാൻഡ് ഒക്കെ ഓരോ പേഷ്യന്റിന്റെ അടുത്തൊന്നും ഉണ്ടാവില്ല അല്ലെ. ആ പേഷ്യന്റിന്റെ വേരിയേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഐഡി സ്റ്റാൻഡ് ഒക്കെ മറ്റു രോഗികളൊക്കെ കൊണ്ടുപോകുന്നത്. സമയം ചില ഹോസ്പിറ്റലൊക്കെ മസ്റ്റ് ആയിട്ടും എല്ലാത്തിനും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അവിടെ മസ്റ്റ് ആയിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോണിറ്ററിംഗ് സംഭവങ്ങളൊക്കെ ആയിരിക്കാം, എന്താണെങ്കിലും അല്ലെ. പലതരത്തിലുള്ള സാമഗ്രികളൊക്കെ ഓരോന്നും അറേഞ്ച് ചെയ്ത് അതിനനുസരിച്ചിട്ടായിരിക്കും സ്റ്റിക്കിംഗ് ടു ദ ടൈം നീഡ്സ്, ഓരോ സമയത്തിനനുസരിച്ചിട്ട് അത് അവിടെ സൂക്ഷിക്കേണ്ടതുണ്ട്. കറക്റ്റ് പർച്ചേസിംഗ് പ്രൊസീജിയർ അല്ലെ. നമുക്കറിയാം എല്ലാം നമ്മളല്ലേ ഒരു പെട്ടെന്ന് സാധനം കേടായി കഴിഞ്ഞ് ഉടനെ ചിലപ്പോൾ പർച്ചേസ് ചെയ്ത് ചിലപ്പോൾ ഒരു സംഭവം നന്നാക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പർച്ചേസ് മെറ്റീരിയൽസ് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് നടപടിക്രമം അനുസരിച്ചിട്ട് നമുക്ക്
കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടത് റീപ്ലേസ് ചെയ്യാനും അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ. കറക്റ്റ് പർച്ചേസ് പ്രൊസീജിയർ കൃത്യമായിട്ട് തന്നെ മേടിക്കൽ പരിപാടികളൊക്കെ അവിടെ നടപ്പാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. ശരിയായ ഭാഗങ്ങൾ നടപടിക്രമം അവിടെ പാലിക്കണം. സ്റ്റാൻഡർഡൈസേഷൻ നമുക്കറിയാം ഓൾമോസ്റ്റ് നമ്മൾ എന്ത് സംഭവങ്ങളും മേടിക്കുമ്പോഴും ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് മേടിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തില് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത് കീപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും ഏതൊരു ഓർഗനൈസേഷന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്റ്റോക്ക് കൺട്രോൾ ടൂൾസ് നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ കൺട്രോളിങ് അല്ലെ. ഇപ്പൊ സ്റ്റോക്കുകളൊക്കെ തീർന്നു പോയോ തീർന്നില്ലേ എന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്രമം ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൃത്യമായ ക്രമീകരണം ഉണ്ടാവും. മാനുവലി ആണെങ്കിൽ ചെറിയ ചെറിയ സ്ഥാപനമാണെങ്കിൽ ചിലപ്പോൾ മാനുവലി ആയിരിക്കും അത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ അത് കൺട്രോളിംഗ് അനുസരിച്ചിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും. ചിലപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും. ഇപ്പൊ സ്റ്റോക്ക് കൺട്രോൾ സിസ്റ്റം ഒക്കെ അവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതായത് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ അല്ലെ അത് കൃത്യമായിട്ട് സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകണമെങ്കിൽ ഒരു നല്ലൊരു ക്രമകരമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ള ക്രമീകരണം വേണം അല്ലെ. ഒരു ഡോക്യുമെന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തീർന്നുപോയി അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ നമ്മൾക്ക് ലഭ്യമാകേണ്ടതല്ല ഇന്ന സമയത്ത് ഇന്ന പ്രൈസില് അല്ലെ. ഹോസ്പിറ്റലൊക്കെ അറിയാം ഒരുപാട് റൂമുകളുണ്ട്. അവിടെ ഒരുപാട് റൂമുകളിലേക്കും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കൃത്യമായിട്ടുള്ള സമയത്ത് ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പേപ്പർ വർക്ക് ഒക്കെ അവിടെ നടന്നു പോയാൽ മാത്രമാണ് ഒരു ബ്രേക്ക് ഒന്നും സംഭവിക്കാതെ തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകും. അപ്പൊ നല്ല രീതിയിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യേണ്ടത് മെറ്റീരിയൽസിന്റെ ക്രമീകരണം അവിടെ നടപ്പാക്കേണ്ടതുണ്ട്. കേരളോ എന്തെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? കേരളം നോക്കാം. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കുന്നില്ല അടുത്ത പാഠം നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.